കൂടുതൽ മത സാമുദായിക സംഘടനകളുടെ പരിപാടിയിലേക്ക് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം. മാവേലിക്കര പുതിയകാവിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പങ്കെടുക്കുന്ന പരിപാടിയിലേക്കാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം കിട്ടിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരിപാടി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, അതിൽ ഓരോ സഭയും NSSും SNDPയും ഒക്കെ ചെന്നിത്തലയാണോ സതീഷിനെയാണോ വിളിക്കുന്നത് എന്ന ചർച്ചയിൽ നിന്ന് മാറി സാമുദായിക സംഘടനകൾ, സഭകൾ കോൺഗ്രസ് നേതാക്കളെ അവരുടെ പരിപാടിയിലേക്ക് വിളിക്കുന്നു എന്ന ഒരു നറേറ്റീവിലേക്ക് കോൺഗ്രസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. മനീഷ്, അശ്മി, എന്താണെങ്കിലും കൂടുതൽ മത സാമുദായിക സംഘടനകളുടെ പൊതുപരിപാടിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ആദ്യം SNDP, പിന്നീട് പെരുന്നയിൽ NSS ആസ്ഥാനത്ത് മുഖ്യ ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തുന്നു. പിന്നീട് സമസ്തയുടെ പരിപാടിയിൽ രമേശ് ചെന്നിത്തല എത്തുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാ മധ്യകേരളത്തിലടക്കം വലിയ സ്വാധീനമുള്ള സഭയാണ് ഓർത്തഡോക്സ് സഭ. ഈ ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ മാവേലിക്കര പടിയോല സ്മൃതി പരിപാടി പുതിയകാവ് പള്ളിയിൽ നടക്കുന്നത്. ആ പരിപാടിയിലാണ് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിട്ടുള്ളത്. മാതൃദേവാലയ സംഗമം ആ പരിപാടിയിൽ ആശംസയ്ക്കായി നിരവധി പ്രമുഖരെ വിളിച്ചിട്ടുള്ള കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരെ വിളിച്ചതിൽ ഒരാൾ മാത്രമാണുള്ളത്, രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന്റെ ചുമതല പുസ്തക പ്രകാശനം നിർവഹിക്കലാണ്. ഈ കേരളത്തിന്റെ ബഹുമാനത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് എന്ന തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹത്തിനെ ഈ പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ക്ഷണിച്ചിട്ടുള്ളത്. ഈ സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള കത്തോലിക്ക മലങ്കര മെത്രോപൊലിത്തയുമായിട്ടുള്ള ബെസിലേസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ സാന്നിധ്യത്തിലാണ് മധ്യകേരളത്തിലടക്കം വലിയ സ്വാധീനമുള്ള ഓർത്തഡോക്സ് സഭയുടെ പരിപാടിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത് എന്നുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി പരിപാടിക്കുണ്ട്. ഉച്ചയ്ക്ക് 2:30 പുതിയകാവ് പള്ളിയിൽ വെച്ചാണ് ഈ പരിപാടി. നേരത്തെ ആയിരുന്നു നമ്മൾ വലിയ രാഷ്ട്രീയ വാർത്തയായിരുന്നു ഈ രമേശ് ചെന്നിത്തല സമസ്തയുടെയും SNDPയുടെയും NSSന്റെയും പരിപാടിയിൽ പങ്കെടുത്തതും. ഇവരെ രമേശ് ചെന്നിത്തല പ്രകീർത്തിച്ചുകൊണ്ട് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും ഒക്കെ തന്നെ രംഗത്ത് വന്നതും വലിയ വാർത്തയും ശ്രദ്ധാ വിഷയമായിരുന്നു. ആഷ്മി, ഓക്കെ, മനീഷ് മഹിപാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.